അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസ് ഇട്ടിട്ട്. ഇന്നാണ് നമ്മളെ ഇക്കാൻ്റെ കസിൻ്റെ വെഡ്ഡിങ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ മാരേജിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്തതായിരുന്നു. ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലെ ഫംഗ്ഷനാണ്. അപ്പോൾ രാവിലെ ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഐറോസും അതുപോലെ സെൻഹക്കുട്ടി ഇന്ന് ഭയങ്കര ട്വിന്നിങ് ആണ്. രണ്ടുപേരും ഒരുപോലെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാ അല്ലാ. എന്നിട്ട് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാകും ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ കോലത്തുപറമ്പിലാട്ടോ ചിക്കൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഇറങ്ങുന്നു, പക്ഷേ ചെക്കൻ മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്നും അത്യാവശ്യം ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐറോസ് ഇമ്മാൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, നെന്നൂസ് അവിടെ സൈഡിലുണ്ട്. പക്ഷെ അവർക്ക് രണ്ടാൾക്കും വാശിയാണ്, കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാവരും റെഡിയായി വന്നപ്പോഴത്തേന് ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി പോകാൻ. അപ്പോൾ നമ്മൾ നിരഞ്ജൻ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 2 വണ്ടികളുണ്ടായിരുന്നു. പിന്നെ കാറും കാര്യങ്ങളും വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി കയറിയ പിന്നെ അവിടെ എത്തുന്ന വരെ പാട്ടും ബഹളവും ഒക്കെ ആയിരിക്കും. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ലോങ് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്സര ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അവിടെ എത്തി. കുറച്ച് ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാറിലും ഇതിലൊക്കെ വന്നവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ചെക്കൻ കയറിയിട്ട് പിന്നെ നമ്മളെല്ലാവരും പാടെ പിന്നാലെ കയറി. നെന്നൂസും അതായത് സെന്നകുട്ടിയും കയറിച്ചിലായിരുന്നു. ഐറുവിൻ്റെ ഒക്കെ തിന്ന് ടൈലർ കയറിച്ചിലായിരുന്നു. കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു. ഈ ഒരു സെക്ഷനിൽ ഫ്രഷ് ജ്യൂസ് കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ തിരക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ സൈഡിലേക്ക് പോയിരുന്നു. അപ്പോൾ വാട്ടർമെലന്, പൈനാപ്പിൾ, അതുപോലെ തന്നെ മിൻറ്റ്, പിന്നെ ഗ്രേപ്സ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസെല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടിക്കുന്നുണ്ടപ്പോൾ എൻ്റെ ഒക്കെ തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുമായിരുന്നു. അപ്പോൾ അവൾക്കും അങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ അവിടെയാണ് നമ്മളെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല പാട്ടും ഇതൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെക്കൻ്റെ ഡാൻസൊക്കെ പാട്ടൊക്കെ ആയിട്ട് ആൾക്കാർ സ്റ്റേജിലോട്ട് വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഐറൂസ് അവിടെ വേറെ ചെറിയ കുട്ടി വന്നപ്പോൾ അതിനായിട്ട് ചിരിച്ചിരിക്കാട്ടോ. നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അവർ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു വിധമായിട്ടുണ്ടായിരുന്നു കരഞ്ഞിട്ട്. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു റൈസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ട് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വാനില ഐസ്ക്രീം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് സ്ട്രോബെറിയും പിന്നെ ഗുലാബ് ജാമും എടുത്തിട്ടുണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ ഞാൻ ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഐറൂസിന് അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ സ്റ്റേജിലോട്ട് വീണ്ടും വന്നു. അപ്പോൾ അവിടെ ഡാൻസും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3:30 മണിക്കായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ഇവിടെ ചെക്കൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. നാളെയാണ് നമ്മളിവിടുത്തെ കല്യാണം. അപ്പോൾ അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരു 7:30 അല്ല 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേന് ആദ്യം മെല്ലാമ്മാൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐറൂസ് അവിടെ പോയിട്ട് എന്തോ പിത്തനെ കാട്ടി. അപ്പോൾ ഇത്താതാവളെ എടുത്ത് കിടന്നിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരമായപ്പോഴത്തേന് ക്രിസ്മസിൻ്റെ അപ്പൂപ്പന്മാർ വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. നാളെയല്ല മറ്റന്നാളാണ് ക്രിസ്മസ്. അപ്പോൾ ഇത് ഡിസംബർ 23 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി ഗൈസ്. പിന്നെ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഐറൂസിനെ പിടിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്തോ ഒരു ഡ്രിങ്കാണ്, എനിക്ക് എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ അതും കുടിച്ചിട്ട് പിന്നെ റൂമിലോട്ട് വന്നിരുന്നു. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. കാരണം റൂമിലാകുമ്പോൾ ഐറൂസ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാത്തപ്പോൾ അവൾ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പുറത്തല്ലേ കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ. എന്നിങ്ങനെ തിങ്ങും തിരക്കയച്ച് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. ഇപ്പോഴും ബ്രൈഡും ഗ്രൂമും ഇരുന്നിട്ട് ഫോട്ടോ സെക്ഷനിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഐറോ നല്ല കരഞ്ഞപ്പോൾ ഞാൻ മതിലിൻ്റെ അപ്പുറം ചാടി. അവിടെ തെങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവളെ അവിടെ കുത്തിയിരുത്തി. അത് കഴിഞ്ഞിട്ട് അവർ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു 10,000 വട്ടം നിന്നിട്ടുണ്ടാവും. എന്നിട്ടും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഒരാളെ നിൽക്കുമ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെ ഇട്ട് അവർ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ സിമ്രക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനെ ഡാൻസ് കളിക്കണം പറഞ്ഞപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അങ്ങനെ അവൾ അടിപൊളിയായിട്ട് കളിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആയിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കിട്ടാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐറൂസിനെ നേരത്തെ കുറച്ച് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വെഡ്ഡിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ടാറ്റാ.